സമയത്തായിരുന്നു നമുക്കറിയാം എല്ലാ നാളുകളിൽ നിന്നാണ് നടക്കുന്ന കുടുംബയോഗത്തിൽ ഈ പ്രാർത്ഥനാ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിച്ചു. ആ ഭവനത്തിന് പണി പൂർത്തീകരിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നൊരു മാതാവ് അറിയിച്ച അവരുടെ ഒരു കൂട്ടുകാരൻ്റെ മകൻ വന്നിട്ട് 35 വയസ്സ്, കോവിഡ് വന്നു, ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഡോക്ടർമാർക്ക് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ആ സമയത്താണ് പ്രേങ്ങളെ വിളിച്ചു വന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനാപരമായ പ്രയാസങ്ങളെല്ലാം മാറി ഇന്ന് ആ മകൻ ജോലിക്ക് പോയതായി ഇവരെ അറിയിച്ചിരിക്കുന്നു. മാസങ്ങളായിട്ട് വിദേശത്ത് പോകാനായിട്ട് ശ്രമിച്ചു. എന്നാൽ പോകുന്ന ഇടങ്ങളിലെല്ലാം തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ലഭിക്കേണ്ട ആ പാസ്പോർട്ട് സംബന്ധമായിട്ട്, വിസ സംബന്ധമായിട്ടൊക്കെ പല പ്രയാസങ്ങൾ. ആ സമയത്തായിരുന്നു പ്രിയങ്കലയിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിഷയത്തെ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് വിസ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറി കഴിഞ്ഞ ദിവസം വിദേശത്ത് എത്തിച്ചേർന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. കൊല്ലത്തിൽ നിന്ന് ഒരു മാതാവ് അറിയിച്ചു അവർക്ക് പൈൽസിന്റെ അസുഖം വളരെ സീരിയസ് ആയിരുന്നു. ആ സമയത്ത് പ്രിയങ്കളെ വിളിച്ചു പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയങ്കല കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനത്തിന് പ്രാർത്ഥിച്ചു. ആ സഹോദരി വീണ്ടും അറിയിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്റെ കർത്താവ് അസുഖത പൂർണ്ണമായിട്ട് മാറി ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. കാരണം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മാസങ്ങളായിട്ട് ശമ്പളം ലഭിക്കാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ മക്കളുടെ വിവാഹം നടത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം അത് കഴിയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ആ എല്ലാ തടസ്സങ്ങളും മാറി ആ വർഷങ്ങളായിട്ടുള്ള വിവാഹം നടക്കാത്ത എല്ലാ പ്രയാസങ്ങളും മാറി വിവാഹം നടക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ കഴിയാതെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇന്ന് രാത്രി ആ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കേണ്ടതിനായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാത്രി കുടുംബങ്ങൾ ഒരുമിച്ച് കർത്താവ് സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കടന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേകർത്താവ് ലോഡുകൾ എടുത്ത് തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെടുന്നവര്, ജപ്തിയുടെ പക്കത്തായിരിക്കുന്നവരുണ്ട്. കർത്താവ് ഈ രാത്രിയിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവ് മക്കളുടെ വിവാഹത്തിന്, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, കർത്താവ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കടന്നു പോകുകയാണ്. എന്റെ കർത്താവ് അവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനത്തോളം തീർത്തു തരുമെന്ന്. കർത്താവ് പ്രയാസപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി അവിടുന്ന് പുതുവഴികൾ തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവേ, ജപ്തിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ജപ്തി ആ കുടുംബത്തിൽ നിന്ന് മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം കർത്താവെ, വസ്തു സംബന്ധമായിട്ട് കർത്താവെ അത് വിൽക്കാൻ ശ്രമിച്ചിട്ടും അത് കഴിയാതെ വളരെ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ എല്ലാ തടസ്സങ്ങളും മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വിലയ്ക്ക് കർത്താവെ ആ വസ്തു വിൽക്കുവാൻ ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വന്തമായ ഭവനത്തിന് പണി ആരംഭിച്ചു, എന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ ഭവനത്തിന് പണി വേഗം പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടി ഇരിക്കണം. കരകളുടെ പ്രവൃത്തി അവിടുന്ന് സാധ്യമാക്കും. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യുവതലമുറയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹപ്രായമായ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ആഗ്രഹിക്കുന്ന പോലെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടാകേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ലല്ലോ. പ്രത്യേകിച്ച് കർത്താവ് സാമ്പത്തിക പ്രയാസം മൂലം, അതുപോലെ തന്നെ ജോലിയില്ലാതെ കർത്താവ് പല യുവാക്കളും പ്രയാസപ്പെടുന്നുണ്ടല്ലോ, യുവതികളും പ്രയാസപ്പെടുന്നുണ്ടല്ലോ. കർത്താവ് അവർക്ക് വേണ്ടി വഴി തുറന്ന് അവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അവർക്ക് സാധ്യമാക്കി കൊടുക്കണം. മാത്രമല്ല കർത്താവെ, അവർക്ക് തലമുറകൾ ഉണ്ടാകണം. കർത്താവെ, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ യുവാവിനെയും യുവതിയെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കരങ്ങളുടെ പ്രവൃത്തിയെ അങ്ങ് സാധ്യമാക്കി കൊടുക്കണം. അവർ ഫലപ്രദമായ കർത്താവെ വൃക്ഷം പോലെ, കർത്താവെ ആറ്റിരിക്കുന്ന നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അവർ ചെയ്യുന്നൊക്കെയും സാധിപ്പാൻ കർത്താവായ യേശു അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ യുവതലമുറ അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സാന്ദ്രെ, അമ്മയ്ക്ക് കോവിഡ് ബാധിച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഓക്സിജന്റെ ലെവൽ വളരെ കുറഞ്ഞ വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്തും ഒരു സഹോദരി പ്രിയങ്കലയിൽ ഈ അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് നമ്മോട് കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യവും വിടുതലും നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ കുഞ്ഞ് ജനിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞു. ഹൃദയ സംബന്ധമായിട്ടൊരു രോഗനിമിത്തം ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു വാട്സാപ്പിലൂടെ ഒരു സഹോദരി പ്രിയങ്കലയിൽ ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. യേശു പരിപൂർണമായ വിടുതലും സൗഖ്യവും നൽകിയെന്ന് അറിയിച്ചിരിക്കുന്നു. കസിന് 7 മാസം ക്യാരിങ് ആയിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കുട്ടി വയറ്റിനുള്ളിൽ മരിച്ചുപോയി. അത് നിമിത്തം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്തായിരുന്നു നാഗർകോവിൽ നിന്നും ഒരു സഹോദരി ഈ വ്യക്തിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ വിടുതലും സൗഖ്യവും നൽകി. പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചിരിക്കുന്നു. വർഷങ്ങളായിട്ട് കഠിനമായ ശ്വാസമുട്ടൽ നിമിത്തം വളരെ
വിഷമിക്കുന്ന സമയത്തായിരുന്നു പ്രിയങ്കലയിൽ ഈ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. തങ്കച്ചായ നമ്മോടുകൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായി വിടുതൽ സൗഖ്യവും നൽകി പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. അമ്പിക്ക് എന്ന സഹോദരി ഇവിടെ അറിയിച്ചത് അവരുടെ കസിന് വന്നിട്ട് കോവിഡ് നിമിത്തം വളരെ പ്രയാസത്തിൽ കൂടിയായി. അപ്പോൾ തന്നെ ജോലി നഷ്ടപ്പെട്ടു, വളരെ പ്രയാസമാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അനുഗ്രഹിക്കാണ്ട് വേറെ ഒരു ജോലി ലഭിച്ചു. ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നതായി അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന തങ്കച്ചായ പ്രത്യേകിച്ച് വൈകിട്ട് 7 മുതൽ 8 വരെ നടക്കുന്ന ഈ പ്രാർത്ഥനയും ആരാധനയും കൂടാതെ നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ 6 മുതൽ 7 വരെ തത്സമയമായി ഹാർവസ്റ്റാലിലൂടെ ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അനേക പ്രിയപ്പെട്ടവർ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളില്ലാതെ വിഷമിക്കുന്ന പല കുടുംബങ്ങളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നമുക്കറിയാം മാവേലിക്കരയിൽ നമ്മുടെ കുടുംബയോഗം നടന്നപ്പോൾ നീണ്ട 22 വർഷമായിട്ട് മക്കളില്ലാതെ വളരെ വിഷമിച്ച ഒരു കുടുംബം പ്രിയങ്കല ശുശ്രൂഷയിൽ നമ്മോടുകൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ നൽകിയ സാക്ഷി നമുക്ക് കേൾക്കാനിടയായി തീർന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം ജനിച്ചതിന് ശേഷം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന അനേക കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രിയങ്കല ലഭിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന അനേക സാക്ഷികൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴത്തിന് മാതാവ് അറിയിച്ചു അവരുടെ മകന് വന്നിട്ട് പല വിവാഹ ആലോചനകൾ വരുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ആ വിഷയത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പ്രിയങ്കല കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇവിടെ അയച്ച മകന്റെ വിവാഹം നടന്നതായി അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പല പ്രിയപ്പെട്ടവരും നമുക്കറിയാം ക്യാരിങ് സ്റ്റേജിൽ ആയിരിക്കുമ്പോൾ നടക്കുന്ന സ്കാനിങ്ങിൽ കുട്ടിക്ക് പലതരത്തിലുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ നിമിത്തം വലിയ പ്രയാസത്തോടെ കടന്നു പോകുന്ന അനേകം സഹോദരിമാർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയങ്കല ശുശ്രൂഷയിൽ അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. ഇന്ന് രാത്രിക്കാലം നമുക്ക് ഒരുമിച്ച് വർഷങ്ങളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് വിവാഹപ്രായമായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവ് അവർക്ക് അനുഗ്രഹിക്കട്ടെ, വിവാഹം നടക്കട്ടെ. ആൺമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പെൺമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനുയോജ്യമായ കല്യാണങ്ങൾ അവർക്ക് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് വർഷങ്ങളായി തലമുറയില്ലാത്ത കുടുംബങ്ങളുണ്ട്. കർത്താവ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടാകട്ടെ. കർത്താവ് ഗർഭാവസ്ഥയിലുള്ള മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പല സ്കാനിംഗ് റിപ്പോർട്ട് എതിരായിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനായിട്ടുള്ളതെല്ലാം മാറട്ടെ. കർത്താവ് ഉള്ളത്തിലുള്ള കുഞ്ഞിനെ കർത്താവ് അവിടുന്ന് കാത്തു പരിപാലിക്കണം. യാതൊരു കുഴപ്പവുമില്ലാതെ കർത്താവ് സന്തോഷത്തോടെ ഒരു നോർമൽ ഡെലിവറി നടക്കുവാൻ എൻ്റെ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും കർത്താവ് ഞങ്ങളുടെ ദേശത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ കാർഷിക മേഖലയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കർഷകനും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ വിളകളൊക്കെ എടുക്കുമ്പോൾ കർത്താവെ വിലയില്ലാത്ത അവസ്ഥകൾ ഉണ്ടല്ലോ കർത്താവ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നല്ല വില അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കടക്കണിയിലായി പോയ കർഷകരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർ ആ കെണിയിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കർത്താവ് തരുന്ന എല്ലാ സമൃദ്ധിയെയും ഞങ്ങൾ കൊണ്ടുവരുന്നു കർത്താവെ. അതുപോലെ രോഗാവസ്ഥയിലായിരിക്കുന്ന കർഷകരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. അവരെ തൊട്ട് ഇപ്പോൾ തന്നെ അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ദേശം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. இந்த நாள் செய்யுமே இறங்கி வந்து செய்யுமே, இந்த நாள் செய்யுமே இறங்கி வந்து செய்யுமே, ஒரு அற்புதம் ഞങ്ങൾ കാണുക ചെയ്യുമേ, ഒരു അത്ഭുതം ഞങ്ങൾ കാണുക ചെയ്യുമേ. Hallelujah, 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 hallelujah.
We call out to your name, Jesus. Sing Jesus, oh Jesus, Jesus, oh Jesus. Call upon his name tonight. Jesus, wonderful Jesus, your presence makes us whole. Sing Jesus, oh Jesus, lift his name, Jesus, and oh shout out his name, Jesus, Jesus, oh Jesus, your presence makes us whole. Jesus, oh Jesus, we call out to you, Jesus, oh Jesus, our refuge and our strength, Jesus, oh Jesus, your presence makes us whole. Devanin mahime namayella പരിശുദ്ധ സ്ഥലത്തിൽ മൂടുവേ ദേവാനിൻ മഹിമേ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുവേ യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ യേശുവിൻ സാന്നിധ്യം യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടണേ ദേവാനിൻ മഹിമേ ദേവാനിൻ മഹിമേ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തെ മൂടുന്നു ദേവാനിൻ മഹിമേ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തെ മൂടുന്നു യേശു യേശു യേശുവേ 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 my everything, oh Jesus, my shield and my buckler, Jesus, wonderful Jesus, your presence makes us whole. Jesus, you know Jesus, സൗഖ്യങ്ങൾ Jesus, you know my everything. Going power of God will descend. Even as we call upon the name of Savior and my Lord, the one who raised the dead from makes us whole. In Jesus, in your Jesus, resurrection power of in Jesus. Jesus, in
Lord, your presence in the nature's soul. Yeshua, Bless each one of us with your Holy Spirit and power. Be upon everyone we fit together. Give him glory, give him glory. The glory of the Lord shall be on the face of the earth. Yes, yes, the waters cover. Let your name be glorified. Glorify thy name in all the earth. Let your name be glorified in our lives, in our church, and everywhere.
വീടുകളില് ഭവനങ്ങളില് ആയിരിക്കുന്ന രോഗികളുടെ മേല് അസ്വസ്ഥത നേരിടുന്നവരുടെ മേല് സ്വസ്ഥതയുടെ ആത്മാവ് ഇറങ്ങി വസിക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പുറപ്പെടുന്ന ദൈവശക്തിയാൽ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തിയാൽ ഇപ്പോൾ തളർന്നു കിടക്കുന്നവർ സജീവമായി എഴുന്നേൽക്കട്ടെ. കൈകാലുകൾ ഒടിഞ്ഞ് വിരൂപമായി പോയവരുണ്ട്, ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. കൈകാലുകളുടെ നീളം ഒക്കെ കുറഞ്ഞു പോയവരുണ്ട്, ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. നോർമൽ സൈസിലേക്ക് കൊണ്ടുവരുന്നു യേശുവിൻ നാമത്തിൽ. മരിച്ചവനെ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഓരോ വ്യക്തിയുടെ മേലും ലോകത്തിൽ അവർ എവിടെ ആയിരിക്കുന്നെങ്കിലും പറന്നിപ്പോൾ പ്ലെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, അവർ സൗഖ്യമാകട്ടെ. കപ്പലുകളിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, അവരുടെ മേൽ യേശുവിന്റെ സൗഖ്യത്തെ കൊണ്ടുവരുന്നു. റോഡിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ആയിരിക്കുന്നവരുണ്ട്, കൂട്ടം നിൽക്കുന്നവരുണ്ട്, യേശുവിന്റെ സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ അവരിൽ കൊണ്ടുവരുന്നു. കടകളിൽ, ഷോപ്പിംഗ് മാളുകളിൽ, ആശുപത്രികളിൽ, ഓഫീസുകളിലായിരിക്കുന്നവരുണ്ട്, കോർപ്പറേഷൻസിന് വർക്ക് ചെയ്യുന്നവരുണ്ട്, യേശുവിന്റെ സൗഖ്യത്തെ അവരിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നു. അതേ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി പുറപ്പെട്ടു പോകുന്ന ദൈവശക്തിയാൽ കർത്താവെ ഓരോ പ്രിയപ്പെട്ടവരും നിറയപ്പെടട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭവനങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് കർത്താവെ. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്നവരുണ്ട്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവർ എഴുന്നേൽക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അസ്ഥികളെ ബാധിക്കുന്ന രോഗനിമിത്തം കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്നവരുടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവർ സൗഖ്യമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരളിനെ ബാധിക്കുന്ന രോഗത്താൽ വിഷമിക്കുന്നവരുടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവർ സൗഖ്യമാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹൃദയ സംബന്ധമായ രോഗത്താൽ കർത്താവെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്ന് രാത്രി അവർ സൗഖ്യമാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഡയാലിസിസിലൂടെ കടന്നു പോകുന്നവരുണ്ട്, യേശുവെ നിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം വിടുതലും കർത്താവെ ആ ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. Deserve the glory and the honor. Lord, we lift our hands in worship, and as we lift your holy name, you deserve the glory and the honor. Lord, we lift our hands in worship, and as we bless your holy name, for you are great. You do miracles so great. There's no one else like you, and there is no one else like you. For you are great. You do miracles so great. There is no one else like you, and there is no one else like you. For you are great. You do miracles so great. There is no one else like you,
and there is no one else like you, for you are great. You do miracles so great, there is no one else like you, and there is no one else like you. ദൈവപുത്രരെ, ഇന്ന് രാത്രി യേശു എത്ര നല്ലവൻ. 10,000-കണക്കിന് വ്യക്തികളിലേക്ക് പുറപ്പെടുന്ന യേശുവിൻ്റെ ശക്തി പകരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഷുഗർ ലെവല് അദ്ദേഹത്തിന് 470 അദ്ദേഹത്തിന് പാൻക്രിയാസിൻ്റെ വാൽവ് അടഞ്ഞുപോയി. ഇതിന് മരുന്നുകൾ കഴിക്കാൻ തുടങ്ങിയിട്ട് പല വർഷങ്ങളായി. ആ മരുന്നുകൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് BP കൂടി. ഈ വീണ്ടും വാൽവും പ്രശ്നങ്ങളും ഒക്കെ തകർച്ചയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഡിപ്രൈഡ് എന്ന ഒരു മരുന്ന് ഡോക്ടേഴ്സ് അദ്ദേഹത്തിന് കൊടുത്തു. നീണ്ട വർഷങ്ങൾ ഈ മരുന്ന് കഴിച്ചപ്പോൾ ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞു, 2 കിഡ്നികൾക്കും പ്രയാസം നേരിടും, 2 സ്ട്രോക്കും ഉണ്ടാകാൻ എല്ലാ സാധ്യതയും ഉണ്ട്. തൃശ്ശൂർ പ്രശസ്തമായ ആശുപത്രികളിൽ മാറി മാറി ചികിത്സിക്കപ്പെട്ട ഒരു മിസ്റ്റർ ബെന്നിയുടെ വിവരമാണ് നമ്മുടെ പക്കൽ ഇവിടെ ഉള്ളത്. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശുവെക്കുറിച്ച് അവർക്ക് അറിവ് കിട്ടി. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്തത് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അദ്ദേഹത്തിന് കർത്താവ് നൽകിക്കൊടുത്തു. എല്ലാം അടഞ്ഞുപോയിടത്ത്, എല്ലാം നിലച്ചു പോയിടത്ത് യേശുവിൻ്റെ സൗഖ്യം. അദ്ദേഹത്തിന് ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ പാൻക്രിയാസിന് പ്രോബ്ലം വന്നു, കിഡ്നികൾക്ക് പ്രോബ്ലം വന്നു, സ്ട്രോക്കും വന്നു. പക്ഷേ 2-3 വർഷത്തിന് മുമ്പ് പ്രേയിങ് കേരളയുടെ കുടുംബയോഗം റിട്രീറ്റ് നടക്കുമ്പോൾ അദ്ദേഹം ആ 3 ദിവസങ്ങളും കോട്ടയത്ത് വന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു. സാധാരണ മനുഷ്യരെക്കാൾ ഉയരവും തടിയുമുള്ള ആ മനുഷ്യൻ ഓടി നടന്ന് യേശുവെ മഹിമപ്പെടുത്തുന്നത് കാണുമ്പോൾ ഈ യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും സമുദ്ര പ്രിയങ്കല ശുശ്രൂഷയിലൂടെ നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് രോഗത്താൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ, അത്യുന്നതനായ യേശുവിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിക്കുന്ന, കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും അനുഭവിക്കുന്ന അനേക സാക്ഷ്യങ്ങൾ നമുക്കിതുപോലെ ലഭിക്കുന്നു. ശരീരത്തിലെല്ലാം 1000 സൂചികൾ കുത്തിയിറക്കുന്നത് പോലെ കഠിനമായ വേദന സാന്ദ്രെ മാസങ്ങളായിട്ട് ഇത് അനുഭവിക്കുക. പല മരുന്നുകൾ കഴിച്ചിട്ടും ഡോക്ടേഴ്സിനെ കണ്ടിട്ടും ഒരു പ്രയോജനവും ഇല്ലാതിരുന്ന സമയത്തായിരുന്നു നമുക്കറിയാം പ്രിയങ്കല ശുശ്രൂഷയിൽ രാവിലെയും വൈകിട്ടും എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ തിരുവനന്തപുരത്തും ഈ മാതാവ് ചെയ്തത് അല്പം എണ്ണയെടുത്ത് യേശുവിനോടുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായി ശരീരത്തിൽ പുരട്ടി നമ്മോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് പ്രാർത്ഥനയുടെ ഫലമായി യേശു പരിപൂർണമായ സൗഖ്യവും വിടുതലും നൽകിയെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇവിടെ തമിഴിൽ ഒരു കത്ത് വന്നു. ആ കത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതൊരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ വൈഫിന് അവരുടെ വലതു മാറിൽ ഒരു തടിപ്പ് കണ്ടു. ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ആ മാന്യ വ്യക്തിക്ക് ഒരു സർജറിയൊക്കെ പെട്ടെന്ന് ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അവർക്ക് ക്യാൻസർ. ഡോക്ടേഴ്സ് അറിയിച്ചു പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം. ഇങ്ങനെ വളരെ വിഷമിച്ച് ഒരു ഓപ്പറേഷനെ കുറിച്ച് അവർക്ക് ഇനിയും ചിന്തിക്കാൻ പറ്റാതെ വളരെ വിഷമിക്കുമ്പോഴാണ് ആരോ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശുവെ കുറിച്ച് അറിയിച്ചു കൊടുത്തു. അങ്ങനെ ആ സമയത്ത്, അതായത് ഈ മാസം 22-ാം തീയതി കണ്ണൂരിൽ വെച്ച് പ്രേയിങ് കേരളയുടെ കുടുംബയോഗം നടക്കുന്ന സന്ദർഭത്തിൽ ഇവരുടെ മൂത്ത മകൻ കണ്ണൂരുണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഓരോ വ്യക്തിയുടെ മേലും അല്പം എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ച് കൊടുത്തു. അപ്പോൾ ഈ അമ്മയുടെ വിവരം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആ അമ്മയ്ക്ക് ഇത് വീട്ടിൽ പോകുന്ന സമയത്ത് കൊടുക്ക് ഒരു തുള്ളി എണ്ണ തൊട്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ മൂത്ത മകൻ ചെയ്തത് അന്ന് രാത്രിയിലുള്ള ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് ആ മകൻ അത് അയച്ചു കൊടുത്തു. അപ്പോൾ അതിനുശേഷം ആദ്യത്തെ ആശുപത്രിയിൽ നിന്ന് RCCയിലെ ചികിത്സകൾക്ക് പോയി. നവംബർ 24-ന് ശസ്ത്രക്രിയ വീണ്ടും നിശ്ചയിച്ചു. കാരണം റിപ്പോർട്ടുകളെല്ലാം ഇത് ക്യാൻസറാണ്. അതെല്ലാം പ്രേയിങ് കേരളയിൽ അപ്പോഴപ്പോൾ തന്നെ ഞങ്ങൾ അറിയിക്കുവാനും തുടങ്ങി. കർത്താവ് ചെയ്തു നോക്കിക്കേ, 22-ാം തീയതി 23-ാം തീയതി പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു കൊടുത്ത് ആ വെള്ളവും എണ്ണയും ഒക്കെ അവർക്ക് കിട്ടി. അത് കുടിച്ചു, അത് പുരട്ടി. 24-ാം തീയതി ശസ്ത്രക്രിയയുടെ പശ്ചാത്തലത്തിൽ അവരെ RCCയിൽ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ ആ ചികിത്സകൾക്ക് വേണ്ടി ചെറിയ ഓപ്പറേഷൻ്റെ ആരംഭ ദശയിൽ അവർ നിൽക്കുമ്പോൾ ചെറിയ 2 മുറിവുകൾ ആ ശരീരത്തിൽ വരുത്തിയതല്ലാതെ മറ്റൊന്നും വേണ്ടി വന്നില്ല. അടുത്ത പരിശോധനകളുടെ റിപ്പോർട്ടുകൾ ആ ഡോക്ടേഴ്സ് അവിടെ അറിയിച്ചിരിക്കുന്നത് ആ ശരീരത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ളതായ ഒരു പ്രയാസവും അവിടെ ഇല്ല. അവർ ചിന്തിച്ചതിനേക്കാൾ വേഗതയിൽ യേശു അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. സദൃശവാക്യം ദൈവ തിരുവഴുത്തിൽ ഒരു 1-2 വാക്യങ്ങൾ ഇന്ന് രാത്രി
വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 5 and 6. സദൃശവാക്യം 3-ാം അധ്യായം 5-ന്റെ 3-ഉം 5-ഉം വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ആ പാതകളെ നേരെയാക്കുക. ലെറ്റ് മീ റീഡ്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ഇൻ ഓൾ യുവർ വേസ് അക്നോളജ് him means the Lord and he shall direct your path. 6-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ മലയാളത്തിൽ വായിക്കുമോ? നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഇവിടെ ആ ഡിറക്റ്റ് എന്ന ഇംഗ്ലീഷിൽ തത്തുല്യമായൊരു പദം ബൈബിളിൽ ഉപയോഗിച്ചിരുന്നു. പാതകളെ നേരെയാക്കും. വളഞ്ഞ അനുഭവങ്ങൾ, വളഞ്ഞ വഴികൾ, വളഞ്ഞ ചിന്താഗതികളിലൂടെ പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയങ്കളയിൽ നമ്മൾ അതുതന്നെയാണ്, നമ്മളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് അത് മനുഷ്യനെ കൊണ്ട് ആ പാതകളെ നേരെയാക്കാനോ നമ്മുടെ ചിന്തകളെ നേരെയാക്കാനോ സാധ്യമല്ല. അത് അത്യുന്നതനായ ദൈവത്താൽ മാത്രം സാധിക്കുന്ന യാഷാർ എന്ന ഒരു എബ്രായ പദമാണ്. YAHSHAR എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന. യാഷാർ സിംപ്ലി മീൻസ് ഇറ്റ്സ് എൻ ഇൻറ്റൻസീവ് ഫോം വെയർ ഇറ്റ് മീൻസ് മേക്ക് സ്ട്രെയിറ്റ് ആൻഡ് റൈറ്റ്. വളഞ്ഞുപോയോ, കുഴഞ്ഞുപോയോ, തളർന്നുപോയോ, ഒന്നും വ്യക്തമല്ലാതിരിക്കുന്നുവോ, അതിനെ നിവരുമാറാക്കുക, നിവർത്തുക. അത് വെറുതെ അങ്ങനെ സമയത്തിൻ്റെ നീക്കത്തിൽ നിവർന്നുകൊള്ളും എന്ന അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ നിവർന്നു നിൽക്കുവാൻ സഹായിക്കുക. ബൈബിളിലെ പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ അനേക സന്ദർഭങ്ങളിൽ യേശുവിൽ നിന്ന് പുറപ്പെട്ട ആ ദൈവശക്തി ആ വസ്തുക്കളിൽ, ആളുകളിൽ എത്തിയപ്പോൾ എന്തെല്ലാമായിരുന്നു തകിടം മറിഞ്ഞു കിടന്നത്, അതെല്ലാം ഉടൻ തന്നെ അവിടെ നിവർന്നു എന്ന് തിരുവെഴുത്തിൽ വ്യക്തമാക്കുന്നു. ഈ രാത്രി ഇവരുടെ ജീവിതവും അതുപോലെ കുനിഞ്ഞുപോയി. അവർ അതിനകത്ത് എഴുതിയിരിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി. ആദ്യത്തെ സർജറിക്കും റിപ്പോർട്ടുകൾക്കും ഒക്കെ ശേഷമായിട്ട് അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഞങ്ങൾ വളരെയധികമായി വിഷമിച്ചു. അവർ മെഡിക്കൽ രംഗത്ത് തന്നെ വർക്ക് ചെയ്യുന്ന വ്യക്തികളെന്ന നിലയിൽ അതിൻ്റെ സകല ഡീറ്റെയിൽസും നന്നായിട്ട് അറിയാവുന്ന പ്രിയപ്പെട്ടു വരുമ്പോൾ പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവം നൽകിയ അത്ഭുത സൗഖ്യത്തിന് നന്ദി എന്ന പേരിൽ ഇവിടേക്ക് ഇന്ന് 29/11/2021 എഴുതിയ കത്ത് ഇന്ന് നമുക്കിവിടെ ലഭിക്കുവാൻ ഇടയായി. പ്രേംകളിലേക്ക് പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് വിളിച്ചാൽ ആ സഹോദരങ്ങൾ ടെലിഫോണിൽ ആ വിവരങ്ങൾ എഴുതിയെടുക്കും, പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ അത്ഭുത വിടുതൽ അവിടെ ഉണ്ടാകും. മാത്രമല്ല ആ പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് ഇവിടെ ടേബിളിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നു. നമ്മൾ ഒന്നിച്ചേർന്ന് കുടുംബമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒന്നിച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദീപബ്രദറും ഞാനും മാത്രമല്ല. സ്ക്രീനിൽ കാണുന്ന 3-4 പേരല്ല ദീപബ്രദറെ. ഈ 2850 ദിവസങ്ങളിൽ എത്രയോ ലക്ഷം ആളുകൾ താങ്കളെപ്പോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രയോജനം യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ആ ദൈവശക്തി. കുനിഞ്ഞുപോയ തലകളുണ്ട്, കുനിഞ്ഞുപോയ ശരീരങ്ങളുണ്ട്, കുനിഞ്ഞുപോയ കുടുംബങ്ങളുണ്ട്, കുനിഞ്ഞുപോയ വ്യക്തികളുണ്ട്, കുനിഞ്ഞുപോയ സ്ഥാപനങ്ങളുണ്ട്, കുനിഞ്ഞുപോയ ബിസിനസ്സുകളുണ്ട്, കുനിഞ്ഞുപോയ സ്റ്റുഡൻസ് ഉണ്ട്. അതുങ്ങളൊക്കെ യേശുവാ നിവർന്നു നിൽക്കുന്നത് കാണുമ്പോൾ, ദൈവം അവരെ നിവർത്തുന്നത് കേൾക്കുമ്പോൾ എത്ര സന്തോഷമായി. സോ ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ഞാനിവിടെ സംക്ഷേപിക്കുമ്പോൾ ഈ വെർബിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു, ഇനി ഒരു 50 വർഷം കഴിഞ്ഞ് എന്നെ ഇങ്ങനെ പെയ്യെ 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 സൗഖ്യമാകും, പെയ്യെ 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 നിവർന്നു വരും, പെയ്യെ 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 ഒരു 50 വർഷം കഴിഞ്ഞിട്ട് മാന്യതയിലേക്ക് വരും. മക്കളുടെയും കൊച്ചുമക്കളുടെയും കാലം കഴിഞ്ഞിട്ട് 6ാം തലമുറ വരുമ്പോഴേക്കും നിങ്ങൾ ഉയർച്ച ഉണ്ടാകും എന്നുള്ള അർത്ഥം തരുന്ന പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. The Lord shall direct your path simply means the Lord's power will engulf you to make you the kind of person God has created you to be.
നാം ഏതു തരത്തിലുള്ള വ്യക്തിയായി തീരണമെന്ന് ആകേണ്ടതിന് ദൈവം നമ്മെ സൃഷ്ടിച്ചുവോ ആ വ്യക്തിയായി തീരേണ്ടതിന് യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തി ആമേൻ. ഉടൻ തന്നെ യെസ്, ഉടൻ തന്നെ അതെ. ഉടൻ തന്നെ അതല്ലേ നമ്മൾ പ്രേയിങ് കേരളയിൽ തീർച്ചയായിട്ടും സാന്ദ്ര അനുഭവിക്കുന്നത്. പ്രിയങ്കല ശുശ്രൂഷയിലൂടെ അത്യുന്നതനായ യേശുവിന്റെ സാന്നിധ്യം ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നു. ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒട്ടും നിവർത്തുവാൻ കഴിയാതെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് സാന്ദ്ര എഴുതിയിട്ടുണ്ട്. കൈ ഒട്ടും നിവർത്തുവാൻ സാധിക്കുന്നില്ല. എന്നാൽ യേശു ആ വ്യക്തിയെ കണ്ടപ്പോൾ ഉടനെ കൈ നീട്ടുക എന്ന് പറഞ്ഞ ആ ക്ഷണത്തിൽ തന്നെ അവൻ്റെ കൈ നിവർന്ന് സൗഖ്യമായി എന്ന് എഴുതിയിട്ടുണ്ട് സാന്ദ്ര. അതുപോലെ തന്നെ രോഗത്താൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയങ്കലിൽ അറിയിക്കുന്നു അല്ലെങ്കിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് തന്നെ അത്യുന്നതനായ യേശുവിന്റെ സാന്നിധ്യം അവരുടെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ക്ഷണത്തിൽ അവർ സൗഖ്യമായി തീരുന്നു. ഈ കഴിഞ്ഞ തിരുവല്ലയിലെ മീറ്റിങ്ങിന് ഒരു യുവാവ് വന്നു. അദ്ദേഹത്തിൻ്റെ വിഷയം, അദ്ദേഹം MBA കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA കൂടെ കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടുന്നില്ല. 29 വയസ്സായി. അദ്ദേഹം മാവേലിക്കരയിലുള്ള ഒരു കടയിൽ പോയിട്ട് സെയിൽസ് പേഴ്സണായിട്ട് നിൽക്കുക. 3000 രൂപയാണ് അദ്ദേഹത്തിന് ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ 3000 രൂപ പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. 7 കിലോമീറ്റർ നടക്കുക. കാരണം ആ വണ്ടിക്കൂലി തനിക്ക് കളയാനായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു കൊടുത്തു, പ്രേയിങ്ങളെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു. അമ്മയോട് ഞാൻ ഇനിയും ഈ വീട്ടിലേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ തിരുവല്ല കുടുംബയോഗത്തിന് വന്നു. അദ്ദേഹം വരുമ്പോൾ ആ പാസ്പോർട്ടുമായിട്ടാണ് അദ്ദേഹം അവിടെ കടന്നു വന്നത്. കരഞ്ഞ് കലങ്ങിയ മുഖം, 29 വയസ്സുള്ള ഒരു യുവാവ്. മുഴുവൻ ജീവിത അനുഭവങ്ങളും കുനിഞ്ഞുപോയ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA കഴിഞ്ഞ് ഒരു കടയിൽ സാധനം എടുത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നവന് കിട്ടുന്നത് 3000 രൂപ ശമ്പളത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, എൻ്റെ മുമ്പിൽ ഒരു സാഹചര്യവും എനിക്ക് അനുകൂലമായിട്ടില്ല. ഞാൻ ആ മകനോട് അന്ന് ആ പ്രാർത്ഥനയിൽ പറഞ്ഞു കൊടുത്ത വാക്യമാണ് ഞാനിത് ഇന്ന് രാത്രി വായിച്ചത്. സദൃശവാക്യം 3:5-6 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 6-ാമത്തെ വാക്യത്തിൽ, ഇൻ ഓൾ യുവർ വേസ് അക്നോളജ് ഹിം. നിന്റെ എല്ലാ വഴികളിലും അവരെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ പാതകൾ വളഞ്ഞുപോയോ? ആമേൻ. അത് നമ്മുടെ അവസാനമായിട്ട് ഇന്ന് രാത്രി കരുതണ്ട. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും നമ്മൾ കേട്ടത്. ഇന്ന് രാത്രി നമുക്കൊരു പുതിയ തുടക്കം തരുവാൻ, നമ്മെ നിവർത്തി തരുവാൻ യേശു മതിയായവനാ. അദ്ദേഹത്തിൻ്റെ സഹോദരി ഈ മിനിഞ്ഞാന്ന് മാവേലിക്കര നടക്കുന്ന കുടുംബയോഗത്തിൽ വന്നു. ആ സഹോദരി പറഞ്ഞു, ബ്രദർ ഓർക്കുന്നുണ്ട്, ഒരു പാസ്പോർട്ടുമായിട്ട് ഇനിയും വീട്ടിലേക്ക് തിരിച്ചു ചെല്ലില്ല എന്ന് പറഞ്ഞ് 29 വയസ്സുള്ളൊരു MBA-കാരൻ വന്ന് പ്രാർത്ഥിച്ചത്. അദ്ദേഹം അബുദാബിയിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചു എന്ന് എന്നോട് പറയുവാൻ. ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇടത് കൈ അദ്ദേഹത്തിൻ്റെ തലയിലും എൻ്റെ വലത് കൈ അദ്ദേഹത്തിൻ്റെ മാറിലും വെച്ച് അവൻ പൊട്ടി കരയുക. ആ ചൂട് കണ്ണുനീര് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന എൻ്റെ കരങ്ങളിലൂടെ ഒഴുകുന്നത്. ഇന്ന് രാത്രി യേശുവിന് നാം ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വേഗതയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും അങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോകുന്നവർ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിൽ 1 തിമോത്തിയോസ് 2:1-2-3 തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, സകല മനുഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനാണെങ്കിലും ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ദൈവത്താൽ നിവർന്നു വരേണ്ടതിന് ഈ വർഷത്തിന്റെ അവസാനത്തിൽ ദൈവമേ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. 2022 പ്രവേശിക്കുമ്പോൾ അവർ കുനിഞ്ഞല്ല പോകേണ്ടത്, ദുഃഖം പേറിയല്ല പോകേണ്ടത്, നാണക്കേടിലല്ല പോകേണ്ടത്, തകർച്ചയിലല്ല പോകേണ്ടത്, ദാരിദ്ര്യത്തിലല്ല പോകേണ്ടത്. അവർ യേശുവിൽ ഉയർച്ചയോടെ വേണം മുൻപോട്ട് പോകുവാൻ. പ്രേയിങ്കരുടെ കുടുംബയോഗത്തിന് കോഴിക്കോട് ചില വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പിതാവ് പറഞ്ഞത്, മകൻ വിവാഹം കഴിച്ചിട്ട് 14 വർഷങ്ങൾ കഴിഞ്ഞു, മക്കളില്ല, ചികിത്സകളൊക്കെ തേടി ഒരു പ്രയോജനവുമില്ല. ഈ അപ്പച്ചൻ വന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. നമ്മളൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ ദൈവം അദ്ദേഹത്തിന് നൽകിക്കൊടുത്ത് തീർന്നില്ല. ഇദ്ദേഹത്തിന് വീട്ടിനകത്ത് എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ദാരിദ്ര്യം കടവും വീട്ടിൽ നിന്ന് മാറുന്നില്ല. അന്ന് ഞാൻ അവിടെ നിന്ന് ഒരു 10-20 രൂപ എടുത്ത് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഈ പിതാവുമായിട്ട് നേരിട്ട് കണ്ടപ്പോൾ, അവസാനമായി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, അന്നു മുതൽ വീട്ടിൽ നിന്ന് ആ കെടുതി മാറി യേശു അവർക്ക് എഴുന്നേറ്റത്തെ നൽകിക്കൊടുത്തു. ഇന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കണം.
യൗവനക്കാർ അനുഗ്രഹിക്കണം, ആമേൻ. പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരിമാർ, പെൺകുട്ടികൾ, യുവതിമാർ, യുവാക്കന്മാർ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഇന്ന് രാത്രി തിരുവെഴുത്ത് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടെ സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നദ്ധയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമനപ്പെട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം പറയുന്നല്ലോ, ആകാശത്തിന് കീഴിലുള്ള സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാവുന്നുവല്ലോ കർത്താവേ. ആ യേശുവിന്റെ നാമത്തിൽ ഓരോ പുരുഷനെയും ഓരോ സ്ത്രീയെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേട്ട വചനം പോലെ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ തന്നെ ആശ്രയിക്കുന്നു കർത്താവേ. കർത്താവായ യേശുവെ, അങ്ങേ ഞങ്ങൾക്ക് വേണം കർത്താവേ. ഞങ്ങളിൽ അങ്ങ് വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, സഹിക്കാൻ പറ്റാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ടല്ലോ കർത്താവേ. രോഗത്തിന്റെ വേദന, സാമ്പത്തിക പ്രയാസങ്ങളുടെ വേദന കർത്താവേ, തകർന്ന കുടുംബ ബന്ധങ്ങളുടെ വേദന കർത്താവേ, പരാജയങ്ങളുടെ വേദന കർത്താവായ യേശുവെ, അങ്ങയിൽ നിന്ന് പുറപ്പെടുന്ന സൗഖ്യദായ ശക്തി ഓരോ പുരുഷനെയും സ്ത്രീയെയും ഇപ്പോൾ തന്നെ തൊടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവ് തരുന്ന സൗഖ്യത്താൽ ഓരോ പുരുഷനും സ്ത്രീയും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാണക്കേടുകൾക്ക് പകരം അപ്പാ അവിടുന്ന് ഇരട്ടി മാന്യത കൊടുക്കുന്ന ദൈവം കർത്താവ്. തല കുനിഞ്ഞു പോയവരെ അവരുടെ തലയെ ഉയർത്തുന്ന ദൈവം കർത്താവ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഓരോ പുരുഷനെ സ്ത്രീയെ അനുഗ്രഹിക്കുമ്പോൾ അവരൊരു അനുഗ്രഹമായി തീരുന്നതിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാരും സ്ത്രീയും ഉണ്ട് കർത്താവേ. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഓരോ പുരുഷനും സ്ത്രീയും ആ ബന്ധനങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സ്വതന്ത്രരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു വസിക്കുന്ന ആലയങ്ങളായിട്ട് ഓരോ പുരുഷനും സ്ത്രീയും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന ആലയങ്ങളായിട്ട്, അങ്ങ് വസിക്കുന്ന ആലയങ്ങളായിട്ട് അവർ തീർന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ പുരുഷനെ സ്ത്രീയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ കർത്താവ് എല്ലാ സൗഖ്യവും വിടുതലും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്ന, പുകവലിയിൽ നിന്ന് വിടുതൽ കിട്ടുന്ന യേശുവിന്റെ ജീവിതശൈലി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനേക ലക്ഷം ആളുകളുടെ അനുഭവങ്ങൾ പ്രേം കേരളയിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ രാത്രിയിലും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ വിടുതലിനെ മറ്റുള്ളവർക്ക് യേശുവിൻ്റെ സമൃദ്ധമായ ജീവനെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുമ്പോൾ, കൊച്ചമ്മയുടെ മകള് 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണു. ശരീരത്തിൽ ഒരുപാട് ഒടിവുകൾ. 1, 2, 3 ആശുപത്രികളിൽ മാറി വൈക്കത്തുള്ളൊരു ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ അവിടെയും നേരത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഇവർ അറിയിച്ചിരിക്കുന്നത് ഈ വ്യക്തി മരിച്ചു പോയി എന്നാണ് പറയുന്നത്. ഈ സന്ദർഭത്തിൽ അവിടെ 3ാമത്തെ ആശുപത്രിയിലെത്തി ഡോക്ടേഴ്സിൻ്റെ വാല്യുവേഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ സങ്കടത്തിൽ അവർ അവിടെ കിടന്ന് അലറി വിളിക്കുമ്പോൾ ആരോ അവിടേക്ക് വന്നിട്ട് പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശുവെക്കുറിച്ച് ഇവരോട് പറഞ്ഞു കൊടുത്തു. പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിക്കും. യൂട്യൂബിലൂടെ ആ പ്രാർത്ഥന അവർക്ക് കാട്ടിക്കൊടുത്തു. എന്താണെങ്കിലും ദീപു ബ്രദറെ, കർത്താവ് ചെയ്ത് നോക്കണമേ. ഇവർ നമ്മെ അറിയിച്ചിരിക്കും, മിസ്റ്റർ മത്തായി അറിയിച്ചിരിക്കുന്നത് നോക്കണമേ. പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു സൗഖ്യം നൽകി. ഞാൻ ഈ അങ്കിള് പത്തനംതിട്ട കുടുംബയോഗത്തിന് അന്ന് വന്ന് നേരിട്ട് ഈ കാര്യം പറയുമ്പോൾ എന്നോട് പറഞ്ഞ വാക്കിങ്ങിനിയ ആ മകൾ എല്ലാ ജോലിയും ചെയ്യുന്നു. തികഞ്ഞ ആരോഗ്യത്തിലേക്ക് യേശു അവളെ കൊണ്ടുവന്നു. ആശുപത്രിയിലായിരിക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ പ്രാർത്ഥന കിട്ടുമ്പോൾ അല്പം എണ്ണയൊക്കെ എടുത്ത് വാങ്ങിച്ചതിന് ശേഷം അവർ കരം അതിന്മേൽ വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സ് അതിശയിക്കുന്ന സൗഖ്യമാണ് അദ്ദേഹത്തിന് ആ മകൾക്ക് ലഭിച്ചത്. എല്ലാ ജോലിയും ചെയ്യുന്നു. 2 കൊച്ചു കുട്ടികളുമൊക്കെ ഉണ്ട്. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച പ്രവർത്തിക്കുകയും ചെയ്ത കർത്താവിന് നന്ദി പറയുന്നു. മകന് കുവൈറ്റിൽ ചെന്നപ്പോൾ ന്യൂമോണിയ കൂടി അവിടെ ചികിത്സിച്ചാൽ പ്രയോജനമില്ലാത്ത സാഹചര്യത്തിലെത്തിയപ്പോൾ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ അദ്ദേഹത്തെ തിരുവല്ലയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. ആ ആശുപത്രിയിൽ ആയിരിക്കുമ്പോൾ പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിക്കും. ഇവരുടെ ഒരു ബന്ധുവാണ്. അപ്പോൾ ബന്ധുവിൻ്റെ വിവരമാണ്. പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പരിപൂർണമായ സൗഖ്യത്തെ നൽകിക്കൊടുത്തു. ഇന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അനേക ആയിരങ്ങൾ വിളിച്ചു പറയുന്നു. ആ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മരുന്നായി അനുഭവിക്കാൻ സാധിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5:10
14-15 തിരുവെഴുത്തുകൾ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവന് എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഈ രാത്രി നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയ അല്പം മുമ്പ് നമ്മുടെ ഷൈജു ബ്രദർ എന്നോട് പറഞ്ഞ വാക്ക്, അദ്ദേഹത്തിൻ്റെ അളിയൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ 10-16 വർഷങ്ങളായിട്ട് ഒരു ഹൃദ്രോഗിയാണ്. അപ്പോൾ തന്നെ ശ്വാസമുട്ടലാണ്. അദ്ദേഹം ഒരു പെയിൻറ്ററാണ്. അപ്പോൾ അതിൻ്റെ അലർജിയിൽ നിന്നുണ്ടായതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മരുന്നുകൾ കഴിച്ചു. ഹാർട്ടിന് ബ്ലോക്ക് 17 ദിവസങ്ങൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ ആശുപത്രിയെ സർജറി വേണമെന്ന് പറഞ്ഞത്. പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം കേട്ടത്, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നൊരു വചനം അദ്ദേഹം കേട്ടു. ഓർക്കുന്നില്ലേ ദൈവത്തിനൊന്നും? ഓർക്കുന്നില്ലേ? ചില വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചായിരുന്നു. തീർച്ചയായിട്ടും സാമൂഹ്യ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ തുടങ്ങി. സാമൂഹ്യ സംഭവിച്ചത് ആ വചനം പറയും തോറും 3000 പ്രാവശ്യത്തിലധികം ആ വാചകം അദ്ദേഹം എണ്ണിക്കൊണ്ട് തന്നെ പറഞ്ഞു. സൗഖ്യമായി ഇന്ന് വരെ എനിക്ക് 5-6 വർഷങ്ങളായി സർജറികൾ നടന്നിട്ടില്ല. അന്ന് പോയതാ അദ്ദേഹത്തിന്റെ വലിവും രോഗങ്ങളും. ഇന്ന് രാത്രി യേശുവിന്റെ സൗഖ്യത്തിനായി നമ്മൾ ഒന്നിച്ചേർന്ന് ആ പദാർത്ഥങ്ങളുടെ മേൽ, വസ്തുക്കളുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി കരങ്ങൾ എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ എണ്ണമെള്ളം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. എണ്ണ രോഗമുള്ള ഭാഗത്ത് പുരട്ടുമ്പോൾ എന്റെ കർത്താവെ അത്ഭുതകരമായ ഒരു സൗഖ്യം നൽകി അനുഗ്രഹിക്കണം. കർത്താവ് വെള്ളം കർത്താവെ മനുഷ്യൻ കുടിക്കുന്നുണ്ട്, കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്, മൃഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്റെ കർത്താവെ അവിടെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുകയാണ്. പഠന ഉപകരണങ്ങൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഡോക്യുമെന്റുകൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്പോർട്ടുകളുണ്ട് കർത്താവെ, പാസ്ബുക്കുകളുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാത്തിനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് രാത്രിയിൽ ഉറക്കമില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമ്പൂർണ്ണമായ സൗഖ്യവും വിടുതലും യേശുവിന്റെ നാമത്തിൽ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ അറിയാതെ എഴുന്നേറ്റ് നടക്കുന്ന പ്രിയപ്പെട്ടവരുടെ യേശുവേ നിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് ശേഷം കർത്താവെ, പ്രാർത്ഥനയ്ക്ക് ശേഷം ജോലിക്കായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി യേശുവേ നിന്റെ നാമത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ അയക്കുന്ന കർത്താവ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കായിട്ടും ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരോഗ്യ പ്രവർത്തകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന്, ഞങ്ങളുടെ രാജ്യത്തിന്റെ സൗഖ്യത്തിനും സമാധാനത്തിനും വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മോട് കൂടെയുണ്ട് യേശുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെയുണ്ട്